നമസ്കാരം. എമ്പുരാൻ സിനിമയ്ക്ക് മുമ്പിൽ സംഘപരിവാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ, ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയിരിക്കുകയാണ് മോഹൻലാൽ. മോഹൻലാൽ ഇന്ന് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് മുമ്പിൽ മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കി ഒരു മാപ്പപേക്ഷ എന്ന നിലയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സവർക്കറുടെ മാപ്പപേക്ഷയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു മാപ്പപേക്ഷ എന്ന് വേണമെങ്കിൽ ഈ പോസ്റ്റിനെ വിശേഷിപ്പിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല. സംഘപരിവാറിന്റെ നെറികെട്ട വർഗീയ രാഷ്ട്രീയം തുറന്നു കാട്ടിയ ഒരു സിനിമയ്ക്ക് വലിയ പിന്തുണ മലയാളികൾക്കിടയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംഘപരിവാറിനൊപ്പം മോഹൻലാൽ കൂട്ടുകൂടിയിരിക്കുന്നത്. സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം വഴങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. NIA-യും ED-യെയും ഒന്നും പേടിയില്ലാത്ത ഒരാളാണ് മോഹൻലാൽ എന്ന് ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണും. സ്റ്റീഫൻ നെടുമ്പള്ളിയാകാനും അബ്രാം ഖുറേഷി ആകാനും ഒക്കെ മോഹൻലാലിന് സിനിമയിൽ മാത്രമേ കഴിയൂ. മറിച്ച് അദ്ദേഹം ജീവിതത്തിൽ വെറും ഭീരുവാണെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സംഘപരിവാരങ്ങളുടെ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ നമ്മുടെ മോഹൻലാലിന് കഴിയില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. എന്തായാലും മോഹൻലാലിന്റെ ആ ഒരു മാപ്പപേക്ഷ, ആ സവർക്കറടി നമുക്കൊന്ന് കാണാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടായതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ മോഹൻലാൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്? സംഘപരിവാരങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഈ പോസ്റ്റ് എന്ന് ആർക്കാണ് അറിയാത്തത്? കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് BJP-യുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ മോഹൻലാൽ മാപ്പപേക്ഷയുമായി രംഗത്തേക്ക് വരുന്നത്. BJP അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് ലാലേട്ടന് അറിയാവുന്നത് കൊണ്ട് തന്നെയാകാം ഇത്തരത്തിലൊരു മാപ്പപേക്ഷ എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഈ അവസരത്തിൽ വായിക്കേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയാണ് പറഞ്ഞത്: ലൂസിഫർ കണ്ടിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എമ്പുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ 17 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സിനിമയെ ഒരു സിനിമയായി കാണണം, അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല. സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ലൂസിഫറിന്റെ ഈ തുടർച്ച ഞാൻ കാണുമോ? ഇല്ല. ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ? അതെ എന്നാണ് പറയുന്നത്. അതായത് BJP-യുടെ അധ്യക്ഷൻ പറയുന്നത് ഞാൻ സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ മോഹൻലാലിന്റെ ഒരു FB പോസ്റ്റ് കൂടി കാണാൻ ഇടയാവുകയാണ്. അതായത് എപ്പോഴാണ് മോഹൻലാൽ ഇത്തരത്തിലുള്ള ചില തുറന്നു പറച്ചിലുകൾ, മാപ്പപേക്ഷകൾ എഴുതുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിട്ട് മുന്നേറുന്നു. സിനിമയുടെ മുടക്ക് മുതലെല്ലാം തന്നെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ മുടക്ക് മുതൽ ഒക്കെ തിരിച്ചു പിടിച്ച് ലാഭമൊക്കെ കൈ പിടിച്ച ശേഷം സംഘികൾക്ക് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്നത് കാണുമ്പോൾ മിസ്റ്റർ മോഹൻലാൽ, നിങ്ങളെ ഓർത്ത് അപമാനം തോന്നി പോവുകയാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉടലെടുത്തപ്പോൾ ഈ സിനിമ 100 കോടി ക്ലബിൽ എത്തിയെന്ന് ആദ്യം അറിയിച്ചത് മോഹൻലാലാണ്. അപ്പോഴൊന്നും മോഹൻലാലിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ BJP-യുടെ പല നേതാക്കളും തിരിയുന്നു എന്ന് കാണുമ്പോൾ അന്വേഷണ ഏജൻസികളെ ഭയന്നിട്ടല്ല കേട്ടോ അണ്ണൻ ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്തിട്ടിരിക്കുകയാണ്. എന്തായാലും മോഹൻലാലിനെ ഇന്നലെ വരെ പിന്തുണച്ചിരുന്ന ആളുകളൊക്കെ വലിച്ചൊട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന് താഴെ വന്നിരിക്കുന്ന ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. കമന്റുകൾ ഇങ്ങനെ പോകുന്നു. ബിൻഷാദ് പറയുന്നു: ഷെയിം ഓൺ യുവർ മിസ്റ്റർ മോഹൻലാൽ, സംഘി രാഷ്ട്രീയത്തിന് മുമ്പിൽ കുനിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജ്യോതിസ് പറയുന്നു: സിനിമയിൽ മാത്രം നായകൻ, ജീവിതത്തിൽ വെറും ഭീരു. സത്യമാണ്. അതുപോലെ തന്നെ NM മുഹമ്മദ് പറയുന്നു: ദേശീയ അന്വേഷണ ഏജൻസികൾ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ എന്ന്. അതുപോലെ തന്നെ സനു പറയുന്നു: ആ വീട്ടിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കണം, ഞാനൊരു കലാകാരൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. സിജോ ചോദിക്കുന്നു: നിലപാട് നട്ടല് ഒന്ന് വളച്ചു, അത്രയേ ഉള്ളൂ. പണ്ട് സിനിമയിൽ ഷൂ നക്കിയത് ഒറിജിനൽ ആയിരുന്നു അല്ലെ എന്നാണ് ചോദിക്കുന്നത്. ഏറെക്കുറെ അങ്ങനെ എനിക്കും തോന്നി. അതുപോലെ തന്നെ അജീഷ് വെങ്ങോല ചോദിക്കുന്നു:
എന്റെ പ്രിയപ്പെട്ട സംഘികളെ എന്ന് അഭിസംബോധന ചെയ്ത് തുടങ്ങാമായിരുന്നു എന്ന് പറഞ്ഞ് ഏകദേശം ഈ സമയത്ത്, അതായത് 18,400 കമന്റ് വന്നിരിക്കുന്നതിൽ ഏകദേശം ഒരു 99% കമന്റും മോഹൻലാലിനെ വലിച്ചൊട്ടിക്കുന്നത് തന്നെയാണ്. കാരണം പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, അത് ഇപ്പോഴാണ് കാണുന്നത്. മാത്രമല്ല, ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി പാടുണ്ട് മിസ്റ്റർ മോഹൻലാൽ. ഒരു സിനിമയിൽ ഒരു നടൻ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രമേയം എന്താണ്, കഥ എന്താണെന്നൊക്കെ ചോദിക്കും. പിന്നെ പ്രത്യേകിച്ച് ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള ആള് പ്രൊഡ്യൂസറൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും അതിനെപ്പറ്റി കൂടുതൽ കേൾക്കും. കാരണം ബിസിനസ് പരമായിട്ട് അത് ഏതൊക്കെ രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഞാനിതൊക്കെ കേൾക്കാതെ അഭിനയിച്ചതാണ് എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഇന്നലെ മേജർ രവി ഒരു ലൈവ് നാടകം നടത്തിയത് എന്തിനായിരുന്നു എന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ലാലേട്ടൻ ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല, ലാലേട്ടൻ കഥ കേൾക്കാതെ അഭിനയിക്കുന്ന ഒരാളാണ്, ലാലേട്ടന് സത്യം പറഞ്ഞിട്ട് തെറ്റുപറ്റി, ലാലേട്ടനെ പ്രതി ചതിച്ചതാണ് എന്ന രീതിയിലൊക്കെയാണ് ഇന്നലെ മേജർ രവി വന്ന് മെഴുകിയത്. അത് ആര് പറഞ്ഞു കൊടുത്ത കഥ പ്രകാരമാണ് മെഴുകിയതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ തന്നെ മേജർ രവി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിയുന്ന ലാലേട്ടൻ ഇന്ന് മാപ്പ് പറയുന്നു, ലാലേട്ടൻ മാപ്പ് പറഞ്ഞു. എന്തായാലും അഭിനയമൊക്കെ നന്നായിട്ടുണ്ട് സ്റ്റീഫൻ സാറേ, പക്ഷെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മാത്രമല്ല, എന്തായാലും ഈ പോസ്റ്റ് ഇന്ന് പൃഥ്വിരാജും ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പൃഥ്വിരാജ് മനസ്സില്ലാ ഷെയർ ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് ഒരു മാപ്പായിട്ടൊന്നും എഴുതിയിട്ടില്ല, അദ്ദേഹം മാപ്പായിട്ട് എഴുതിയിടാതിരിക്കട്ടെ, അദ്ദേഹം എഴുതിയിടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന്, മോഹൻലാലിന്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പൃഥ്വിരാജിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പൃഥ്വിരാജ് അതിനൊന്നും വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പൃഥ്വിരാജ് മോഹൻലാല് മുട്ടുമടക്കി ഇത്രയൊക്കെയുള്ളൂ മോഹൻലാൽ എന്ന് എന്തായാലും തുറന്നു കാട്ടിയിട്ടുണ്ട്, അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ സിനിമയിൽ 17 കട്ടുകൾ ഇനി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ സമയം വരെ പൃഥ്വിരാജ് ഇതിന്റെ റീസെൻസറിങ് നടത്താൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തിട്ടില്ല. അതായത് പൃഥ്വിരാജ് ഇപ്പോഴും നട്ടലോടെ തന്നെ നിൽക്കുന്നു. പൃഥ്വിരാജ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ. കാരണം ഇത്തരത്തിൽ നട്ടലുള്ള കഥ പറയുമ്പോൾ, ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായി ആ സിനിമയുടെ ഭാഗമാക്കേണ്ടത് നട്ടലുള്ള, ഇതുപോലെ മുട്ടുവിറച്ച് മൂത്രമൊഴിക്കുന്ന ടീംസുകളൊന്നും കൂടെ കൂട്ടിക്കൊണ്ടാകരുത്. നല്ല നട്ടലുള്ള ആളുകളെ പോലെ, താങ്കളെ പോലുള്ള ആളുകളെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കണം ഇത്തരം സിനിമകൾ നിർമ്മിക്കേണ്ടത്. ജനഗണമന എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ സിനിമയിൽ ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ ചട്ടക്കൂടുകളും പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെയൊക്കെ തുറന്നു കാട്ടിയ കാഴ്ച നമ്മൾ കണ്ടു. ഈ രാജ്യം ആരുടെയും തന്തകളെ വകയില്ല എന്ന് പറയാനുള്ള ധൈര്യം വരെ പൃഥ്വിരാജ് കാണിച്ചു അല്ലേ. ആ സിനിമയിൽ മോഹൻലാലിനെ വല്ലതുമാണ് അഭിനയിപ്പിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ സിനിമയിലെ ഏതൊക്കെ ഭാഗം കട്ട് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അവസാനം കട്ട് ചെയ്ത് ആ സിനിമയെ ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സിനിമയിൽ മോഹൻലാലിനെ വെച്ച് അഭിനയിപ്പിച്ചത് വലിയ ഒരു, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായി പോയി മിസ്റ്റർ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പൃഥ്വിരാജിനും ഒരുപക്ഷെ അതൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ടാവും. എന്തായാലും ഇത്തരത്തിലുള്ള കഥകൾ സിനിമയാക്കുമ്പോൾ സ്വാഭാവികമായി താങ്കളുടെ പ്രൊഡക്ഷൻ കമ്പനികളെ കൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ താങ്കൾക്ക് നിഷ്പക്ഷമായി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്രയേറെ ഭീരുവാണെന്നും എത്രയേറെ നിലപാടില്ലാത്ത ഒരാളാണെന്നും ഒക്കെ ഇത് കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ സിനിമയ്ക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട്, എന്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അങ്ങനെ നിരവധി ആളുകൾ, പല രാഷ്ട്രീയ നേതാക്കൾ ഈ നാട് ഒറ്റക്കെട്ടായി നിങ്ങളുടെ പിന്നിൽ അണിനിരന്നിട്ടും നിങ്ങൾ അവസാനം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സംഘി കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ല മിസ്റ്റർ മോഹൻലാൽ എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉടലെടുത്തപ്പോഴും പഴം പുഴുങ്ങിയതുപോലെ ഇരിക്കുകയായിരുന്നല്ലോ, ഒരു പ്രതികരണം പോലും രേഖപ്പെടുത്തിയിരുന്നില്ലല്ലോ. ഇപ്പോ കിട്ടാനുള്ള പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ കേട്ടോ, എത്ര വിലമതിപ്പുള്ള, എത്ര വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും നിങ്ങൾ ആ ചോരയുടെ മണം, ഗുജറാത്തിലും ഗോത്രയിലും ഒക്കെ നമ്മൾ കണ്ട ആ ചോരയുടെ മണം കഴുകിക്കളയാൻ ശ്രമം നടത്തിയാലും, എത്ര വെട്ടി ആ ചരിത്രം മൂടിവെക്കാൻ ശ്രമം നടത്തിയാലും, ആ ചരിത്രം അത് ഇന്ത്യയുടെ ഭാഗമാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക തന്നെ ചെയ്യും. 17 വെട്ടിക്കൊണ്ടും ഒരു ചരിത്രത്തെയും മൂടി വെക്കാൻ കഴിയില്ല എന്നും, ഏത് ലാലേട്ടൻ മാപ്പ് പറഞ്ഞാലും അതൊന്നും ആരും മറന്നു കളയില്ല എന്നും ഞാൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ സിനിമ, ഇങ്ങനെ ഒരു സിനിമ പിടിക്കാൻ വേണ്ടി പൃഥ്വിരാജ് കാണിച്ച നട്ടലിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതിനുവേണ്ടി തിരക്കഥ എഴുതിയ മുരളി ഗോപിക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തിരിച്ചറിവിനുള്ള ഒരു വേദി കൂടിയായി മാറട്ടെ. ഇത്തരം ടീംസുകളെ, ഇത്തരം ഏട്ടന്മാരെയൊക്കെ എടുത്ത് പോക്കലിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം പിന്നിൽ നിന്ന് കുത്തുവെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ എല്ലാം മോഹൻലാലിന്റെ തലേന്നൊക്കെ എടുത്ത് നേരെ പൃഥ്വിയുടെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് എല്ലാം പൃഥ്വിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് പൃഥ്വിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? നിലപാടുള്ള, നട്ടലുള്ള ഒരു നടനാണ് പൃഥ്വിരാജ്.
സുകുമാരൻ എന്ന് പറയുന്ന നട്ടലുള്ള തന്തയുടെ മോനാണ്. അതുകൊണ്ട് നട്ടലുള്ള നിലപാടുകൾ പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ, എവിടെയായിരുന്നു മോഹൻലാലിന്റെ ഒക്കെ പ്രതികരണം? മോഹൻലാൽ ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം രേഖപ്പെടുത്തിയോ? പോട്ടെ, മോഹൻലാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രതികരണവും സംഘപരിവാറിനെതിരെയും BJP-ക്കെതിരെയും രേഖപ്പെടുത്താത്ത എന്തിന്? സ്വന്തം മേഖലയിൽ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളെ കുറിച്ച് പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലും വ്യക്തമായ നിലപാട് പറയാൻ കഴിയാത്ത ഒരാളാണ് മോഹൻലാൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇത്തരത്തിലൊരു വിവാദം ഉടലെടുത്തപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ആ ഒരു മോഹൻലാലിന്റെ ഭാഗത്തു നിന്നുള്ള ആ മാപ്പിരക്കൽ നമ്മൾ കണ്ടു. എന്തായാലും മോഹൻലാലെ ഒരു കാര്യവും പറയാനുള്ളൂ, ഒരു വല്ലാത്ത ദുരന്തം തന്നെയായി മാറുകയാണല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.